ഗായ്സ്, നമുക്കൊരു ബേസിക് സ്ലീവ് പാറ്റേൺ നോക്കിയാലോ. ഇത് ബേസിക് ആണെങ്കിലും നമുക്ക് ഒട്ടുമുക്കാൽ സ്ലീവ് മോഡൽസിനും ഈ പാറ്റേൺ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ വീതി 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കൈ വളരെ സ്ലിം ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ 11 ഇഞ്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കൈയുടെ വണ്ണത്തിനനുസരിച്ചിട്ട് വേരിയേഷൻസ് വരാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ തയ്യൽ തുമ്പായിട്ട് 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഞാൻ മടക്കി അടിക്കുവാണ്, അതുകൊണ്ടാണ് 1.5 ഇഞ്ച് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് മടക്കി അടിക്കാനല്ല, ലൈനിങ് വെച്ച് തിരിച്ചെടുക്കാനാണെങ്കിൽ 1 ഇഞ്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ 2 സൈഡും അടയാളപ്പെടുത്തുന്നത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ദെൻ നമ്മുടെ കൈവണ്ണം എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ 5 ആണ് വരുന്നത്. 5 എനിക്ക് ആവശ്യമില്ല, എങ്കിലും ഞാൻ എക്സ്ട്രാ 5 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത മാർക്കിങ്ങിൻ്റെ ക്ലിപ്പിംഗ്സ് എൻ്റെ പോയി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. മെഷറിംഗ് ടേപ്പ് വീഡിയോയിൽ കാണിക്കുന്ന കണക്കായിട്ട് വെച്ചിട്ട് 8 എവിടെയാണോ വരുന്നത് അവിടെ മാർക്കിങ് കൊടുക്കാം. ഈ 8 എന്ന് പറയുന്നത് എൻ്റെ ആം ഹോളാണ്. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടെ കൊടുക്കാം. ഞാൻ 2.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് പരസ്പരം ജോയിൻ ചെയ്യാം. ഇനി നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കണം. ഇതിപ്പോൾ 4 ഇഞ്ച് ആയതുകൊണ്ട് മിഡ് പോയിൻറ്റ് 2 ഇഞ്ചാണെന്ന് അറിയാം. അങ്ങനെ നമുക്ക് 2 ഇഞ്ചിൻ്റെ ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെയും നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കാം. നമുക്ക് ഈ രണ്ടാമത്തെ ലൈനിൻ്റെയും സെൻറ്റർ കണ്ടുപിടിക്കണം. ഇത് നമ്മൾ മടക്കി തന്നെ കണ്ടുപിടിക്കണം, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി എവിടെയാണോ നമ്മുടെ സെൻറ്റർ വരുന്നത് അവിടെ നമുക്ക് മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് ആ ഒരു അളവ് എത്രയാണെന്ന് മെഷർ ചെയ്തിട്ട് ആ ഒരു സെയിം അളവ് ഏറ്റവും മുകളിലും ആ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യണം. ഇതെന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ആ വരയുണ്ടല്ലോ, നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വര വരയ്ക്കും, അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നടുക്ക് നമുക്കൊരു പോയിന്റ് കിട്ടും, അത് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഏറ്റവും ടോപ്പിലുള്ള ലൈനിൽ 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത ആ പോയിന്റ് നമുക്ക് കിട്ടിയ ആ ഒരു മിഡ് പോയിന്റ് പോലത്തെ ഉണ്ടല്ലോ, ആ 2 പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്യണം. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഫ്രഞ്ച് കർവ് സ്കെയിൽ യൂസ് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് അതിനൊന്ന് തിരിച്ചെടുത്തിട്ടാണ് അടുത്ത മാർക്കിങ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഫ്രണ്ട് സ്ലീവാണ്. ഇനി ബാക്ക് സ്ലീവ് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ആ ഒരു മിഡ് പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഒരു മിഡ് പോയിൻറ്റിൽ നിന്നിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് ബാക്കിലോട്ട് മാർക്ക് ചെയ്യണം. ആ ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ നിന്ന് പോയി, അതുകൊണ്ടാണ് ഞാനിവിടെ ഫ്രീസ് ചെയ്ത് കാണിക്കുന്നത്. അവിടെ നിന്നിട്ട് ഒരു 1/2 ഇഞ്ച് ബാക്കിലോട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് ദ സെയിം മെത്തേഡിൽ ഇപ്പോൾ പുതുതായിട്ട് കിട്ടിയൊരു മാർക്കിംഗ് ഉണ്ടല്ലോ, ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതിലോട്ടാണ് നമ്മൾ ഫ്രഞ്ച് കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ആം ഹോൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇപ്പം നമ്മൾ സെക്കൻഡായിട്ട് വരച്ചെടുത്തതാണ് ബാക്ക് സ്ലീവ്. ഇപ്പോൾ ഫ്രണ്ട് സ്ലീവും ബാക്ക് സ്ലീവും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ. വേണമെങ്കിൽ എക്സ്ട്രാ സീം അലവൻസ് കുറച്ചും കൂടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇതൊരു ബേസിക് സ്ലീവ് പാറ്റേൺ ആണ്. ഇത് ബേസായിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു സ്ലീവ് വേണമെങ്കിലും ചെയ്തെടുക്കാം. നമ്മുടെ പഫ് സ്ലീവ്സ് ആണെങ്കിലും ഇപ്പോൾ ട്രെൻഡിങ് ആയി പോകുന്ന പഫ് സ്ലീവ്സോ ഏതൊരു സ്ലീവ്സും നമുക്ക് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോ. ബൈ.